ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 4ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എന്റെ ഷൂട്ടിംഗ് ടെക്നിക്കാണ് എന്റെ വെപ്പൺ. എനിമീസിന്റെ പുറകെ പോകുന്നതാണ് എന്റെ വെപ്പൺ. എനിക്ക് തോന്നുന്നു ബോഡി കൺട്രോൾ ആണ് എന്റെ വെപ്പൺ എന്ന്. ഞാൻ ഓൾറൗണ്ടർ ആണ്. ഞാൻ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യില്ല. അതാണ് എന്റെ കഴിവ്. ഇടത് കാലം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതാണ് എന്റെ കഴിവ്. എന്റെ സ്പീഡാണെന്ന് തോന്നുന്നു എന്റെ കഴിവ്. ട്രിബിളിംഗ് ആണ് എന്റെ കഴിവ് എന്ന് ഓരോരുത്തരും അവിടെ പറയുന്നു. ഇസാഗി, നിന്റെ വെപ്പൺ എന്താ എന്ന് ചോദിക്കുകയാണ് കോവാൻ. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാനൊരു സ്ട്രൈക്കറാണ്. അതൊരു വെപ്പൺ ആവാൻ സാധ്യതയില്ല. ശരി, നിന്റെ വെപ്പൺ എന്താണെന്ന് നീ ആലോചിച്ചിട്ട് പറ. ശിഖരി, നിന്റെ വെപ്പൺ എന്താ? ഇല്ല, അത് പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്ന് പറയാണ് ചിഗിരി. എല്ലാവരും ഗോൾ അടിക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കഴിഞ്ഞ മാച്ച് പോലെ ഓരോരുത്തർക്കും തോന്നിയതുപോലെയാണ് കളിക്കുന്നതെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് എന്റെ കയ്യിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്. എല്ലാവരുടെ വെപ്പണും നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അതേ സമയത്ത് നമുക്ക് വിജയിക്കുകയും വേണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ നെക്സ്റ്റ് അപ്പ് ഇറ്റ്സ് മീ ലവൺ. സോ എല്ലാവരും അവരുടെ വെപ്പൺസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരുടെ വെപ്പൺസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രം പോരാ, ആ വെപ്പൺ ഉപയോഗിച്ച് മറ്റുള്ളവരുമായി നല്ല കോർഡിനേഷൻ ഉണ്ടാവുകയും വേണം. ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുവാൻ നല്ല ഹൈറ്റിൽ ചാടുന്നത് ഇസക്കി കാണുന്നത്. അതാണ് അവന്റെ വെപ്പൺ എന്ന് ഇസക്കിക്ക് മനസ്സിലാവുന്നു. സോ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇസക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നു. സെക്കൻഡ് ലാസ്റ്റ് റാങ്ക് ആയതുകൊണ്ട് തന്നെ ഇസക്കി എപ്പോഴും ഞാൻ വോട്ടുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ഒരു വെപ്പൺ ഉണ്ട്. ഇവിടെ എനിക്ക് മാത്രമാണ് പറയാൻ ഒരു വെപ്പൺ ഇല്ലാത്ത. അതിനർത്ഥം ഒരു സ്ട്രൈക്കർ ആവാൻ എനിക്ക് യോഗ്യതയില്ലെന്നാണോ? ഹേ ഇസക്കി, നീ ഇപ്പോഴും ഔട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് കുനുഗാമി അങ്ങോട്ട് വരുന്നു. ഇതല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നീ അന്ന് ബോൾ പാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഗോൾ അടിക്കാൻ സാധിക്കില്ലായിരുന്നു. സോ താങ്ക്സ്, ഇത് പറയാനാ വന്നേ. ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ അവൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇസാഗി അവനെ പിടിച്ചു വെക്കുന്നു. നീ എന്തിനാ ഈ ഫുട്ബോൾ കളിക്കുന്നേ? എനിക്ക് മനസ്സിലായില്ല. ഇതുപോലെ സ്ട്രോങ് ആയിട്ട് ഫിറ്റ് ആയിട്ട് ഫിസിക്കിരിക്കുന്ന ഒരു പ്ലെയർ നിന്റെ മനസ്സിൽ എന്താ ഓടുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഓ, ഞാനൊരു ഹീറോ ആവണം. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഫുട്ബോൾ കളിക്കുന്നത്. ഈ അനിമയിൽ വരുന്ന പൈററ്റ് കിങ്, റോബോട്ട് അതുപോലെയുള്ള ഫാന്റസി ഹീറോ അല്ല. ഞാൻ ഇൻസ്പയർ ആവുന്നത് റിയൽ ലൈഫ് ഫുട്ബോൾ പ്ലേയേഴ്സിനെ കണ്ടിട്ടാണ്. ഇതൊരു ഫാന്റസി അല്ല, പക്ഷേ റിയാലിറ്റിയിൽ ഇത് പോസിബിളാ. മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ റിയൽ ലൈഫിൽ ഒരു സൂപ്പർ ഹീറോ ആയി മാറണോ എനിക്ക് എന്ന് പറയാണ് കുനുഗാമി. അമേസിംഗ്. ഇവൻ എന്നെ പോലെയല്ല. അവന് വേണ്ടതെന്താണെന്ന് അവന് കറക്റ്റ് ആയിട്ട് അറിയാം. ഇതേ സമയമാണ് കുനിഗാമി അവന്റെ സ്പെഷ്യൽ മീൽ എടുത്തുകൊണ്ട് വരുന്നത്. നിനക്കെങ്ങനെ ഈ സ്റ്റേക്ക് കിട്ടിയേ എന്ന് ചോദിക്കുകയാണ് ഇസഗി. മാച്ചിൽ നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫ്യൂച്ചേഴ്സിൽ ഇത് ഒന്നാണ്. ഇത് മാത്രമല്ല, തനിച്ചൊരു ബെഡ്, ഫോണ്, എന്തിന് വീട്ടിലോട്ട് വേണമെങ്കിൽ വരെ പോയിട്ട് വരാം. നീയാണ് ഈ സ്കോർ എനിക്ക് കിട്ടാൻ കാരണം. സോ ഇതിന്റെ പകുതി നിനക്ക് കൂടി അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അതിന്റെ പകുതി ഇസഗിക്ക് അവൻ കൊടുക്കുന്നു. അത് വിട്, അന്ന് റേച്ചി ഫ്രീ ആയിട്ടല്ലേ എഴുതിയിരുന്നേ, പിന്നെ നീ എന്തിനാ എനിക്ക് പാസ് ചെയ്തേ എന്ന് ചോദിക്കുകയാണ് കുനുഗാമി. അപ്പൊ ഞാൻ റേച്ചിക്ക് പാസ് ചെയ്തിരുന്നെങ്കിൽ അത് തടയാൻ വേണ്ടി ബാറു മുൻപിലുണ്ടായിരുന്നു. എന്നാൽ നിന്റെ കിക്കിന്റെ പവർ എത്രയാണെന്ന് എനിക്കറിയാം. ആ ഒരു സമയത്ത് ഒരു ഗോൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതാ നിനക്ക് പാസ് ചെയ്തേ. ഓ, ഒരുപക്ഷെ അതായിരിക്കും നിന്റെ വെപ്പൺ ഗോൾസ് എല്ലാം സെൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ കുനുഗാമി ആ സ്റ്റേക്കിൽ ഒരു കഷ്ണം എടുത്ത് കഴിക്കുന്നു. അതവന് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നു. നീ ഒരു കഷ്ണം കഴിച്ച് ട്രൈ ചെയ്ത് നോക്ക്. സോ അവനും അത് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നു. ഏയ്, എനിക്കിത് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കുനുഗാമി. നീ ശരിക്കും ഒരു നല്ലവനാടാ. ഇത് കേട്ട് കുനുഗാമിക്ക് നാണം വരുന്നു. ശരി, അടുത്ത ഗെയിമിൽ തീർച്ചയായിട്ടും നമുക്ക് വിൻ ചെയ്യണം. ഓക്കെ? അതെ, തീർച്ചയായിട്ടും എന്ന് ഇസാഗിയും പറയുന്നു. സോ അങ്ങനെ ബിൽഡിംഗ് 5ന്റെ 4th മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നു. ടീം വൈയും ഇസഡും ആണ് കളിക്കുന്നത്. ടീം വൈ ഫസ്റ്റ് മാച്ചിൽ തോറ്റതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഗെയിമിൽ വിജയിക്കണമെന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. അതിൽ തന്നെ നമ്പർ 9 ഓക്കവ, അവന്റെ ഷൂട്ടിംഗ് സ്കില്ലിനെ ആയിരിക്കും അവരെല്ലാവരും വിശ്വസിക്കുന്നത്. സോ അവന്റെ അടുത്ത് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയുവാണ് കോവാൻ. ഈ ഒരു ഓപ്പറേഷനിൽ ഓരോ പ്ലേയേഴ്സിന്റെ വെപ്പൺ യൂസ് ചെയ്യാനുള്ള ടൈം നമ്മൾ അവർക്ക് കൊടുക്കണം. സോ ഓരോ 10 മിനിറ്റിലും ഓരോരുത്തർ സ്ട്രൈക്കർ ആയിട്ട് മാറണം. എന്നാൽ ഇതേ സമയം മറ്റുള്ളവർ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയും വേണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഗോൾ അടിക്കാനുള്ള ടൈം കിട്ടും. ഓരോ 10 മിനിറ്റിലും ഫോർമേഷൻ മാറ്റുന്നത് കുറച്ച് റിസ്ക് അല്ലേ? എന്ത് കുഴപ്പം, ഞാനല്ലേ ഇവിടെ ഗോൾ കീപ്പർ ആയിട്ട് നിൽക്കുന്നേ, ഒരു കുഴപ്പമില്ല. പിന്നെ ഡിഫൻഡർ ആയിട്ട് ചീഗിരി ഉണ്ടല്ലോ, അപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് ഈ മാൻ. ബാക്കി നമ്മൾ 9 പേരായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ക്ലോക്ക് വേസ് വെച്ച് നോക്കുമ്പോൾ ഓരോ 10 മിനിറ്റിലും ഫോർമേഷൻ മാറ്റിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാണ് കോവാൻ. സോ 2 പേർ ഡിഫൻഡർ ആയിട്ട് മാറാമെന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കി വരുന്ന 9 പേർ ഫോർമേഷൻ മാറ്റി മാറ്റി സ്ട്രൈക്കർ ആയിട്ട് മാറും. സോ ബാജിറയുടെ ട്രിബിളിംഗ് സ്കിൽ യൂസ് ചെയ്ത് മറ്റുള്ളവരെല്ലാം കട്ട് ചെയ്ത് ഗോൾ പോസ്റ്റിന്റെ അടുത്ത് അവൻ എത്താൻ വേണ്ടി സാധിക്കും. നിന്റെ ട്രിബിളിങ്ങിനെ പറ്റി കഴിഞ്ഞ മാച്ചിൽ ഞാൻ പഠിച്ചതാ എന്ന് പറഞ്ഞ് എതിർ ടീമിലെ ഒരുത്തൻ അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് തന്നെ ബാജിറ ഇസഗിക്ക് ബോൾ ഇട്ട് കൊടുക്കുന്നു. ബാജിറയെ മുൻപിൽ നിന്നും സൈഡിൽ നിന്നും ലോക്ക് ചെയ്യുവാണ്. അവരുടെ ഡിഫൻസ് അവർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇനിയും 8 വെപ്പൺസ് കൂടിയുണ്ട്.
അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഓപ്പണിംഗ് കണ്ടെത്താൻ സാധിക്കും. സോ തീർച്ചയായിട്ടും അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. സോ അങ്ങനെ 10 മിനിറ്റ് കടന്നു പോകുന്നു. ഫോർമേഷൻ വീണ്ടും ചേഞ്ച് ആവുകയാണ്. ഇപ്പൊ കുനുഗാമിയുടെ ചാൻസ് ആണ്. കുനുഗാമി എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ച് ഷൂട്ടർ ആണ്. ഗോൾ പോസ്റ്റിന്റെ അടുത്ത് നിന്നും കുറച്ച് ദൂരെയാണെങ്കിലും തീർച്ചയായിട്ടും അവനെ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഗോൾ അടിക്കാൻ സാധിക്കും. എന്നാൽ കുനുഗാമിയെ കൊണ്ട് ഗോൾ അടിക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേർ അവനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് ഇസഗിയ കാര്യം കാണുന്നത്. അവരുടെ ടീമിലെ മെയിൻ പ്ലെയർ എന്ന് പറയുന്നത് ഓക്കവയാണ്. എന്നാൽ അവർ മറ്റുള്ളവരുടെ കൂടെ പോവാതെ കയ്യും കെട്ടി അവിടെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവനെന്താ ഇവിടെ നോക്കി നിൽക്കുന്നേ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് ഇസഗി. ഇതേ സമയമാണ് മിഡ് റേഞ്ചിൽ നിന്ന് ഗോൾ പോസ്റ്റിലോട്ട് ഷൂട്ട് ചെയ്യുന്ന കുനിഗാമിയെ നമ്മൾ കാണുന്നത്. അവന്റെ അറ്റാക്ക് എതിർ ടീമിലെ രണ്ടുപേർ വളരെ സിമ്പിൾ ആയിട്ട് എന്നെ തടയുന്നു. അപ്പോഴാണ് ആ ബോൾ തെറിച്ചു വന്ന് നീക്കോടെ അടുത്തോട്ട് വരുന്നത്. സോ നീക്കോടെ അടുത്തോട്ട് ബോൾ കിട്ടിയതും ഓക്കവ ഗോൾ പോസ്റ്റിന് നേരെ ഓടുന്നു. അത് കണ്ടപ്പോഴാണ് അവരുടെ പ്ലാൻ എന്താണെന്ന് ഇസഗിക്ക് മനസ്സിലാവുന്നത്. ഓ, അതൊരു ട്രാപ്പ് ആയിരുന്നു. ലോങ് റേഞ്ചിൽ നിന്നും നീക്കോ ഓക്കവയ്ക്ക് ബോൾ പാസ് ചെയ്യാൻ പോവാ. സോ അതൊന്ന് റിയാക്ട് ചെയ്യാനുള്ള ടൈം പോലും ഇസഗിക്ക് കിട്ടുന്നില്ല. ഇതേ സമയം അവൻ വിചാരിച്ചതുപോലെ തന്നെ ലോങ് റേഞ്ചിൽ നിന്നും നീക്കോ ഹോക്കാവയ്ക്ക് പാസ് കൊടുക്കുന്നു. എന്നാൽ അവന്റെ മുമ്പിൽ അവനെ ഡിഫെൻഡ് ചെയ്യാൻ അവിടെ ആരും തന്നെ ഇല്ല. സോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവൻ അവിടെ ഗോൾ അടിക്കുന്നു. അങ്ങനെ ടീം വൈ 0 ഉണ്ടായിരുന്നത് 1 ആക്കിയിരിക്കുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് അവരൊരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? രണ്ടുപേരെങ്കിലും ഡിഫൻസിന് വേണ്ടി അവിടെ നിൽക്കണ്ടേ? ഓക്കുവാടെ ആ ഷൂട്ടിംഗ് പവർ എങ്ങനെയെങ്കിലും ഞാൻ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ എന്ന് ചിന്തിക്കുവാണ് ഇസഗി. അടുത്തത് കുവാന്റെ ചാൻസ് ആണ്. അവന്റെ ജമ്പിംഗ് വെപ്പൺ യൂസ് ചെയ്ത് ബോൾ അവന്റെ സൈഡിലോട്ട് എടുക്കുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നീക്ക് അവന്റെ അടുത്ത് നിന്ന് ബോൾ എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ അവർ ഗോൾ അടിക്കാൻ ശ്രമിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുവാണ്. അവർക്ക് 1 പോയിന്റ് ഉള്ളത് കൊണ്ട് ഇനി അവർ പോയിന്റ്സ് എടുത്തില്ലെങ്കിലും ടൈം വേസ്റ്റ് ചെയ്താൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുവാണ് ഇസഗി. വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞു പോവാണ്. ഇപ്പൊ റായ്ച്ചിയുടെ ചാൻസ് ആണ്. എന്നാൽ ആ 10 മിനിറ്റിൽ വെറുതെ ബോൾ പാസ് ചെയ്ത് ടീം വൈ സമയം കളഞ്ഞു. എനിക്ക് കിട്ടിയ 10 മിനിറ്റിൽ അവർ വെറുതെ ബോൾ പാസ് ചെയ്ത് ടൈം കളഞ്ഞു. എന്നെ കൊണ്ട് ഒരു സ്കോർ പോലും എടുക്കാൻ സാധിച്ചില്ല. എങ്ങനെയെങ്കിലും നമ്മൾ സ്കോർ എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് റൈച്ചിയും കുനിഗാമിയും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രോ പ്ലേയേഴ്സ് ആയിട്ടുള്ളവർക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറെ തടയാൻ വളരെയധികം പ്രയാസമായിരിക്കും എന്ന് പറയുവാണ് ഇഗ്രാഷി. ഈ പ്ലാൻ വർക്കാവോന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുവാണ് റൈച്ചി. ഇല്ല, നമ്മൾ പ്ലാൻ ചെയ്ത ഫോർമേഷൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡിഫൻസിലാണ്. നമ്മൾ ഓഫൻസ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്യണം എന്ന് കോവാൻ അവരോട് പറയുന്നു. പെട്ടെന്ന് തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ലടാ എന്നും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് റൈച്ചി. സോ സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് 10 മിനിറ്റ് യൂട്ടായിക്കുള്ളതാണ്. ഈ ഫുട്ബോൾ ഗെയിം എന്ന് പറയുന്നത് ഒരു റൊമാൻസ് പോലെയാണ്. ഈ ബോളാണ് ശരിക്കും ഒരു പെണ്ണ്. സോ അവൾ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ഓട്ടോമാറ്റിക്കലി അവൾ എന്നെ തേടി വരും എന്ന് പറഞ്ഞ അവൻ എതിർ ടീമിന്റെ അടുത്ത് നിന്നും ബോൾ എടുക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ ചാടിയത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. എതിർ ടീം ബോൾ അവിടെ നിന്നും മാറ്റുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് അങ്ങോട്ട് വന്ന ഗിൻ അവരുടെ കയ്യിൽ നിന്നും ബോൾ തട്ടി മാറ്റുന്നു. നിന്റെ എഫേർട്ട് ഒന്നും ഒരിക്കലും വേസ്റ്റ് ആയിട്ട് പോവില്ല എന്ന് യൂട്ടായിയോട് അവൻ പറയുന്നു. സോ ഇസഗിയുടെ അടുത്തോട്ട് ഗിൻ ബോൾ പാസ് ചെയ്തതും ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി അവൻ ഓടുന്നു. ഇവരുടെ പ്ലാൻ പ്രകാരം ഇസഗിയാണ് ഗിന്നിന് ബോൾ പാസ് ചെയ്യേണ്ടത്. എന്റെ മുൻപിൽ ഇപ്പോ സ്പേസ് ഉണ്ട്, അവിടേക്ക് വേണം ഞാൻ ബോൾ പാസ് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ട് പാസ് ചെയ്യുന്നു. ഓ പോയി, കുറച്ചുകൂടി ഫോഴ്സിൽ കിക്ക് ചെയ്യണമായിരുന്നു. അത് അവനെ കൊണ്ട് റീച്ച് ചെയ്യാൻ പറ്റുമോ? ഗിന്നിന്റെ വെപ്പണായിട്ടുള്ള ബോഡി കൺട്രോൾ അവൻ യൂസ് ചെയ്യുന്നു. പന്തിനെ ലക്ഷ്യമാക്കി അവൻ അവിടെ നിന്നും ചാടുന്നു. കറക്റ്റ് ആയിട്ട് തന്നെ അവന്റെ തല വെച്ച പന്തിന് അവൻ ഇടിക്കുകയാണ്. എന്നാൽ ഗോൾ കീപ്പർ അത് തടയുന്നു. ഏകദേശം ഞാൻ അടുത്ത് വന്നു. അടുത്ത പ്രാവശ്യം എന്തായാലും എന്നെ കൊണ്ട് ഗോൾ അടിക്കാൻ സാധിക്കും എന്ന് എഴുന്നേറ്റിരുന്ന് പറയുവാണ് ഗിൻ. അതെ, തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് പറ്റും എന്ന് ഇസഗിയും ചിന്തിക്കുന്നു. പെട്ടെന്നാണ് അവന്റെ പുറകിൽ അവൻ എന്തോ സെൻസ് ചെയ്യുന്നത്. പുറകിലോട്ട് നോക്കിയ അവൻ ഓക്വാർഡ് എടുത്തുനിന്നാണോ അത് വന്നേ, ആരായിരിക്കും എന്ന് ചിന്തിച്ച് അവിടെ നിൽക്കുന്നു. സോ കോർണറിൽ നിന്നും ബോൾ കിക്ക് ചെയ്യുന്നത് ബാഷിറയാണ്. ഒരു ചാൻസ് കിട്ടിയ ഗോൾ അടിക്കാൻ വേണ്ടി എല്ലാവരും അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നു. ഒരിക്കലും എതിർ ടീമിന്റെ കയ്യിലോട്ട് ബോൾ കിട്ടരുത്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് ചാൻസ് എന്ന് ഇസഗി ചിന്തിക്കുന്ന സമയത്താണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്. 1 മിനിറ്റ്, ഫസ്റ്റ് ചാൻസ്, എതിർ ടീം അവരുടെ ഫസ്റ്റ് ഗോൾ എങ്ങനെയാ എടുത്തേ എന്ന് പറഞ്ഞ് അവൻ ചിന്തിക്കുന്നു. എന്താ ആലോചിച്ച് ഇസഗി പെട്ടെന്ന് അവന്റെ ഗോൾ പോസ്റ്റിന്റെ അടുത്തോട്ട് ഓടുന്നു. ഞങ്ങളുടെ എല്ലാ ചാൻസും തടുത്തത് നീക്കോ ആണ്. അവനാണ് ഓക്കോവയ്ക്ക് എപ്പോഴും ബോൾ പാസ് ചെയ്യുന്നത്. ഇതേ സമയം കോർണറിൽ നിന്നും കിക്ക് ചെയ്ത ബോൾ എതിർ ടീം അവിടെ നിന്നും തട്ടിയിടുന്നു. ഹേയ്, അത് ഓക്കോയുടെ അടുത്തോട്ടാ പോകുന്നേ, ആരെങ്കിലും അതൊന്നും തടയേ എന്ന് വിളിച്ചു പറയാണ് കുവാൻ. എന്നാൽ അത് നീക്കോയുടെ അടുത്തോട്ടാണ് പോവാന്ന് ഇസാഗിക്ക് അറിയാമായിരുന്നു. ഇനി കളി എന്റെ കൺട്രോളിലായിരിക്കും എന്ന് പറഞ്ഞ ബോൾ അവന് കിട്ടാതെ എടുത്തുകൊണ്ട് പോവാണ് ഇസഗി. സോ അവനിപ്പോ ഗോൾ അടിക്കൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്ന നീക്കോ പെട്ടെന്ന് അത് തടയുന്നു. പെട്ടെന്നാണ് ഗിൻ ബോളിന് നേരെ ചാടി വരുന്നത്. അത് നല്ലൊരു പാസ് ആയിരുന്നു ഇസഗി എന്ന് പറയാണ് ഗിൻ. നീ ശരിക്കും സൂപ്പറായിട്ട് എന്നെ ഗോൾ അടിച്ചൂടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഒരു ഗോൾ കൂടി അടിക്കണം, ഇതിൽ വിജയിക്കണം എന്ന് പറയുവാണ് ഗിൻ. ഇതേ സമയമാണ് നീക്കോ അങ്ങോട്ട് വരുന്നത്. ഞങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്ന് നീ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. നിന്റെ ആ കണ്ണ് കണ്ടാലേ അറിയാം, ഏകദേശം നീ എന്നെ പോലെ തന്നെയാ.
പക്ഷേ അത്ര പെട്ടെന്നൊന്നും ഞാൻ നിന്നെ ജയിക്കാൻ സമ്മതിക്കില്ല. ഓ എന്നാ അത് നമുക്കൊന്ന് കാണാം. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇവരുടെ കയ്യിലുള്ള വെപ്പൺസ് പോലെ ഓപ്പോസിറ്റ് ടീമിൽ അത്രയധികം വെപ്പൺസ് ഇല്ല. പക്ഷെ എന്നാലും നീക്കോയും ഓക്കാവയും ചേർന്ന് കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കഴിഞ്ഞ മാച്ചിൽ ഇവർ തോറ്റതുകൊണ്ട് തന്നെ ഇനി തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ നിന്നും പോവേണ്ടി വരും. സോ ടീം വൈനെ സംബന്ധിച്ച് വിജയം അവർക്ക് അനിവാര്യമാണ്. അതേ അവസ്ഥയിൽ തന്നെയാണ് ടീം ഇസഡും നിൽക്കുന്നത്. സോ എന്തൊക്കെ സംഭവിച്ചാലും രണ്ട് ടീമിനും വിജയിച്ചേ പറ്റൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.